എക്സാമിന് അധികം ദിവസമൊന്നുമില്ല. നമ്മുടെ RRB എക്സാം 28-നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ നോർസെറ്റിന്റെ മെയിൻ എക്സാം മെയ് 5-ാം തീയതിയാണ് വരിക. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറയാം. അതായത് വളരെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് ഡിസ്കസ് ചെയ്തു. കോളറ ഇമ്പോർട്ടന്റ് ആണ്, ഓൾസോ കോൾഡ് ആസ് ബ്ലൂ ഡെത്ത്. ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠിത്തമൊക്കെ? ഇനി എക്സാമിന് അധികം ദിവസമൊന്നുമില്ല. നമ്മുടെ RRB എക്സാം 28-നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. JPHN എക്സാം 26-നാണ്. സ്റ്റാഫ് നഴ്സ് എക്സാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ നോർസെറ്റിന്റെ മെയിൻ എക്സാം മെയ് 5-ാം തീയതിയാണ് വരിക. അപ്പോൾ എക്സാംസിന് എല്ലാ എക്സാംസും അടുത്തടുത്ത് തന്നെയാണ് വരിക. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ചെയ്യുമായിരുന്നു അല്ലെ. അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറയാം. അതായത് വളരെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന പഠിച്ച് കവർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള, അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. സോ ആക്ച്വലി ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അതുപോലെ ഒരു ടോപ്പിക്കാണ്. അതായത് അതർ നെയിംസ് അല്ലെങ്കിൽ സിനോണിംസ് ഓഫ് ഡിസീസ്. സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ തന്നിട്ട് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ടല്ലേ. സോ അങ്ങനെയുള്ള സിനോണിംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ഡിസ്കഷൻസ് വേണം എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് ദയവേത് കമന്റ് ചെയ്യുക. അത് നമ്മൾ ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോയുടെ ഒരു ഫീഡ്ബാക്ക് കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ആക്ച്വലി നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ആകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ഡിസ്കഷനിലേക്ക് പോകാം. ഇന്ന് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈൻസ്, അതായത് സിനോണിംസ് ഓഫ് ഡിസീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഡെങ്കു ഫീവർ ഈസ് ഓൾസോ നോൺ ആസ് ബ്രേക്ക് ബോൺ ഫീവർ അല്ലെ. അതായത് നമ്മുടെ എല്ല് മുറിയുന്ന വേദന എന്നാണ് നമ്മൾ അതിനെ പറയുക. അത്രയും അത് മാത്രം അങ്ങനെയുള്ള ബോഡി പെയിൻ ആയിരിക്കും ഡെങ്കു ഫീവർ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുക? ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയുക. ടെറ്റനസ് ആണെങ്കിലോ, ടെറ്റനസ് ഇസ് ഓൾസോ കോൾഡ് ആസ് ലോക്ക് ജോ അല്ലെങ്കിൽ ട്രിസ്മസ് എന്ന് പറയും. ഇതാണ് ടെറ്റനസിനെ. പെർട്ടൂസിസ് ആണെങ്കിലോ, പെർട്ടൂസിസ് ഈസ് ഓൾസോ നോൺ ആസ് ഊപ്പിംഗ് കഫ് കേട്ടോ. ഊപ്പിംഗ് കഫ്, പിന്നെ വില്ലൻ ചുമ, പിന്നെ 100 ഡേ കഫ് എന്നൊക്കെ പറയും അല്ലെ. പെർട്ടൂസിന് നമ്മൾ ഊപ്പിംഗ് കഫ് എന്നും 100 ഡേ കോഫ് എന്നൊക്കെ പറയും. നെക്സ്റ്റ് റുബെല്ല ഈസ് ഓൾസോ കോൾഡ് ആസ് ജർമ്മൻ മീസിൽസ് കേട്ടോ. റുബെല്ലയുടെ വേറൊരു പേര് എന്താണ്? ജർമ്മൻ മീസിൽസ് ആണ്. റൂബിയോള ആണെങ്കിലോ, റിബിയോള മീസിൽസ് ആണ്. മീസിൽസ് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് റൂബിയോള എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേരിസെല്ല, അതായത് ചിക്കൻ പോക്സിന്റെ വേറൊരു പേരാണ് വാരിസെല്ല എന്ന് പറയുന്നത്. വേരിസെല്ല ചിക്കൻ പോക്സിന്റെ വേറൊരു പേരാണ്. ഹെർപ്പീസ് സോസ്റ്റർ ആണെങ്കിലോ ഇസ് ഓൾസോ കോൾഡ് ആസ് ഷിംഗിൾസ് അല്ലെ. ഹെർപ്പീസ് സോസ്റ്റർ അതിന്റെ വേറൊരു പേര് എന്താണ്? ഷിംഗിൾസ് ആണ്. ഓങ്കോസെർസിയാസിസ് കേട്ടോ. ഓങ്കോസെർസിയാസിസ് എന്താണ്? റിവർ ബ്ലൈൻഡ്നസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, പഠിച്ചോണേ. ഓങ്കോസെർസിയാസിസ് എന്താണ്? റിവർ ബ്ലൈൻഡ്നസ് ആണ്. ട്രിപ്പനോസോമിയാസിസ് എന്താണ്? സ്ലീപ്പിംഗ് സിക്നസ് കേട്ടോ. ട്രിപ്പനോസോമിയാസിസ് അതിന്റെ വേറൊരു പേര് എന്താണ്? സ്ലീപ്പിംഗ് സിക്നസ് ആണ്. ഡ്രാക്കൻകുലിയാസിസ് എന്താണ്? ഗിനി വേം ഡിസീസ് അല്ലെ. ഗിനി വേം ഡിസീസിന്റെ വേറൊരു പേരാണ് ഡ്രാക്കൻകുലിയാസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെപ്രസി അറിയാം അല്ലെ എല്ലാവർക്കും. ഹാൻസൺസ് ഡിസീസ് എന്ന് പറയും. ലെപ്രസി എന്താണ്? ഹാൻസൺസ് ഡിസീസ് എന്ന് പറയും. പ്ലേഗ് ആണെങ്കിലോ, പ്ലേഗ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയില്ലേ. പ്ലേഗിന്റെ വേറൊരു പേര് എന്താണ്? ബ്ലാക്ക് ഡെത്ത് ആണ്. ട്രക്കോമ ആണെങ്കിലോ ഓൾസോ നോൺ ആസ് ഗ്രാനുലാർ കൺജങ്ക്റ്റിവൈറ്റിസ്. ട്രക്കോമയുടെ വേറൊരു പേര് എന്താണ്? ഗ്രാനുലാർ കൺജങ്ക്റ്റിവൈറ്റിസ്. കോളറ ഇമ്പോർട്ടന്റ് ആണ്, ഓൾസോ കോൾഡ് ആസ് ബ്ലൂ ഡെത്ത് കേട്ടോ. അതായത് കോളറ നമ്മൾ പറയുന്നത് ബ്ലൂ ഡെത്ത് എന്നാ പറയുക. എന്താ റീസൺ? ഡ്യൂ ടു ഡീഹൈഡ്രേഷൻ ഓർ സൈനോസിസ്. ഡീഹൈഡ്രേഷനും സൈനോസിസും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ കോളറെ ബ്ലൂ ഡെത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5th ഡിസീസ്, 6th ഡിസീസ്, 7th ഡിസീസ് കേട്ടോ. കൂടാതെ കിസ്സിംഗ് ഡിസീസും ഉണ്ട് കേട്ടോ. അപ്പൊ 5th ഡിസീസ് എന്താണ്? എറിത്തീമ ഇൻഫെക്ഷ്യോസം കേട്ടോ. എറിത്തീമ ഇൻഫെക്ഷ്യോസത്തിനാണ് നമ്മൾ എന്ത് പറയുക? 5th ഡിസീസ് എന്ന് പറയുക. 6th ഡിസീസ് ആണെങ്കിലോ റോസിയോള ഇൻഫാന്റം കേട്ടോ. റോസിയോള ഇൻഫാന്റം ആണ് 6th ഡിസീസ്. 7th ഡിസീസ് ആണെങ്കിലോ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് കേട്ടോ. 7th ഡിസീസ് ഏതാണ്? ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിനെയാണ് നമ്മൾ 7th ഡിസീസ് എന്ന് പറയുക. കിസ്സിംഗ് ഡിസീസ് ആണെങ്കിലോ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് കേട്ടോ. ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിന്റെ വേറൊരു പേര് എന്താണ്? കിസ്സിംഗ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് സ്ട്രോക്ക്, അതായത് NCDs ആണ്. സ്ട്രോക്ക് എന്താണ്? അപ്പോപ്ലെക്സി അല്ലെ. സ്ട്രോക്ക് ഈസ് ഓൾസോ കോൾഡ് ആസ് അപ്പോപ്ലെക്സി. മോഡേൺ എപ്പിഡമിക് എന്നറിയപ്പെടുന്നത് എന്താണ്? മോഡേൺ എപ്പിഡമിക്. കൊറോണറി ഹാർട്ട് ഡിസീസിനാണ് നമ്മൾ മോഡേൺ എപ്പിഡമിക് എന്നറിയപ്പെടുന്നത്. സൈലന്റ് കില്ലർ ആണെങ്കിലോ ഹൈപ്പർ ടെൻഷൻ അല്ലേ. കാരണം എന്താണ്? അതായത് നമ്മുടെ വൈറ്റൽ ഓർഗൻസിനെ അഫക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസീസ് ഐഡന്റിഫൈ ചെയ്യത്തുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പർ ടെൻഷനെ സൈലന്റ് കില്ലർ എന്ന് പറയുക. ഗ്ലോബൽ എപ്പിഡമിക് എന്താണ്? ഗ്ലോബൽ എപ്പിഡമിക് ഒബീസിറ്റി കേട്ടോ. ഒബീസിറ്റി ആണ്
ഗ്ലോബൽ എപ്പിഡമിക് എന്നറിയപ്പെടുന്നത്. വൈറ്റ് ലെഗ് ആണെങ്കിലോ വൈറ്റ് ലെഗ്, അതായത് വെള്ള നിറത്തിലുള്ള കാലുകൾ അല്ലെ, വൈറ്റ് ലെഗ് എന്ന് അറിയപ്പെടുന്നത് ഡീപ് വെയിൻ ത്രോംബോസിസ് കേട്ടോ, DVT ആണ് നമ്മൾ വൈറ്റ് ലെഗ് എന്നറിയപ്പെടുന്നത്. ക്രൂപ്പ് ആണെങ്കിലോ ലാരിംഗോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ് കേട്ടോ, ലാരിംഗോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസിനാണ് നമ്മൾ ക്രൂപ്പ് എന്നറിയപ്പെടുക. സ്വിമ്മേഴ്സ് ഇയർ ആണെങ്കിലോ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ, അതായത് നമ്മൾ സ്വിമ്മിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് സാധാരണ ഈ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ വരിക. സോ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ നമ്മൾ എന്ത് പറയുന്നു, സ്വിമ്മേഴ്സ് ഡിസീസ് എന്ന് പറയുന്നു. സോ നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഹൈൽഡ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ്, അതായത് സിനോണിംസ്, ഓരോ ഡിസീസിന്റെ വേറൊരു പേരാണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനി വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്ന് കമന്റ് ചെയ്യുക, ഉറപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നടക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.